Hi dear friends, welcome to my channel Nest by Roops. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രഷ് ആയിട്ട് അലോവേര ജെൽ ഉണ്ടാക്കുകയാണ്. നമ്മുടെ വീട്ടിലുള്ള അലോവേര വെച്ച് തന്നെ നമ്മളൊരു അലോവേര ജെൽ ഉണ്ടാക്കുകയാണ്. അലോവേര എങ്ങനെയാണ് തലയിൽ യൂസ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ മിക്സിയിൽ അതിൻ്റെ പൾപ്പിട്ട് അടിച്ച് ജ്യൂസ് ആക്കിയിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ജെല്ല് തന്നെയാണ് ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അലോവേര പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു മഞ്ഞ ദ്രാവകം അതിൽ നിന്ന് ഒഴുകി വരും. അപ്പോൾ അത് കളയാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം ഒരു 10 മിനിറ്റോളം നമുക്കിങ്ങനെ കുത്തനെ എടുത്ത് വെക്കാം. കംപ്ലീറ്റ് ഈ യെല്ലോ കളറുള്ള ദ്രാവകം ഒഴുകി തീരും. അത് നമ്മുടെ കയ്യിലൊക്കെ ആയാൽ ചൊറിച്ചിലാകും. അതാണ് ചിലർക്ക് അലോവേര അലർജി ആകുന്നത്. അപ്പോൾ ഇത് ഏതാണ്ട് 10 മിനിറ്റോളം വെച്ചപ്പോൾ ഇത്രയാണ് എനിക്ക് അതിൽ നിന്നും കുറേയൊക്കെ ആദ്യം ഒഴുകിപ്പോയായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ബാക്കി ഇത്രയാണ് പോയത്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചൊറിച്ചലും മറ്റും ഉണ്ടാവില്ല. ഞാൻ അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ 2 ഭാഗത്തുമായിട്ട് മുള്ളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ജെല്ലാക്കി എടുക്കുമ്പോൾ നമുക്ക് മുള്ള് കയ്യിലൊക്കെ തട്ടും. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ആ 2 അറ്റത്തുള്ള മുള്ളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഒരു കത്തി ഉപയോഗിച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ ചെറിയ ഭാഗം കാരണം കാണിക്കാനും പിടിക്കാനുമുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ വലിയ പൾപ്പിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, അലോവേര ജെല്ലാക്കി മാറ്റുന്നത് എന്ന്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു തോട് ഞാൻ നീക്കം ചെയ്യാണ്. അപ്പോൾ വളരെ നൈസായിട്ടുള്ള കത്തി ഉപയോഗിച്ച് ഞാൻ വളരെ നേരിയ രീതിയിൽ ആ തോല് മാത്രമായ രീതിയിലാണ് നീക്കം ചെയ്യുന്നത്. പൾപ്പ് തേച്ചും മറ്റേ പോർഷനിലാണുള്ളത്. കണ്ടോ, വെറും തോലി മാത്രമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ തൊലിമേൽ ഒട്ടും തന്നെ അലോവേരയുടെ പൾപ്പില്ല. കംപ്ലീറ്റും മറുഭാഗത്താണുള്ളത്. കണ്ടോ, നല്ല ഫ്ലഷിയാണ്. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഞാനൊരു പെൻ ചീർപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചീർപ്പിലെ പല്ലടുപ്പമുള്ള ഏത് ചീർപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് ഈ പൾപ്പിലേക്ക് ഇതുപോലൊന്ന് ചീകി കൊടുക്കാം. അപ്പോൾ നല്ല സ്പീഡിൽ ചീകുക. പക്ഷേ മുറിഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. ആ പൾപ്പിലേക്ക് മാത്രമായിട്ട് ഇതുപോലെ ചീകി ആ തൊലിയുടെ മുകളിലുള്ള കംപ്ലീറ്റ് പൾപ്പും നമുക്കിതുപോലെ ചീകിയെടുക്കാൻ പറ്റണം. ഈ പോർഷൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് വലിയ പോർഷൻ എടുത്തത്. നേരത്തെ കട്ട് ചെയ്ത് മാറ്റി ആ ചെറിയ പോർഷനിൽ ഞാൻ ഇതുപോലെ ചീകി എടുക്കുന്നുണ്ട്. ഞാൻ കാണിക്കുന്നില്ലെന്ന് മാത്രം. ആ ഇതിലുള്ള കംപ്ലീറ്റ് പൾപ്പും അലോവേരയുടെ പൾപ്പും ഞാൻ ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ പല്ലടുപ്പുള്ള ചീർപ്പ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ജെല്ല്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു ജ്യൂസ് ട്യൂബ് അല്ല. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ കിട്ടുന്ന പോലെ കംപ്ലീറ്റ് വാട്ടറി കൺസിസ്റ്റൻസി അല്ല. കുറച്ച് വഴുവഴുപ്പുള്ള ഒരു ദ്രാവക രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ആക്ച്വലി ജെല്ല്. അപ്പോൾ നമ്മൾ മിക്സി എടുക്കുകയോ അരക്കുകയോ അത് ക്ലീൻ ചെയ്യുകയോ ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് ഒരു ചീർപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അലോവേര ജെല്ലാക്കി എടുക്കാം. ഇത് പുറമേ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയും, ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1 മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് രൂപ്സ്.